السلام عليكم ورحمة الله. كيف حالكم وأخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع ഫൈസി. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വഴി പറഞ്ഞു കൊടുക്കുക എന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു അറബി കാറ് കൊണ്ടുവന്ന് നിർത്തുന്നു, നമ്മളോട് ഒരു സ്ഥലത്തേക്കുള്ള വഴി ചോദിക്കുന്നു. നമുക്ക് സ്ഥലം അറിയാം, അയാൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായി, പക്ഷേ ഇന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിയണം, ഇടത്തോട്ട് തിരിയണം, അവിടെ നിന്ന് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് കറങ്ങി തിരിഞ്ഞു വരണം, എന്നിട്ട് അപ്പുറത്ത് കടക്കണം, ഇങ്ങനത്തെയുള്ള സംഗതികൾ അത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 2-3 സ്ഥലത്തേക്കുള്ള വഴി നമ്മളതൊന്ന് അറബിയിലൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം അറിയേണ്ട വാക്കുകളിൽപ്പെട്ട ഒന്നാണ് നേരെ പോവുക എന്നുള്ളത്. നേരെ പോവുക എന്നുള്ളത് നമുക്കറിയാം. റുഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. റുഹ് എന്ന് പറഞ്ഞാൽ പോവുക എന്നർത്ഥം. റുഹ്. നേരെ എന്നുള്ളതിന് 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സീത എന്ന വാക്ക് ഉപയോഗിക്കും, മറ്റൊന്ന് ആലത്തൂൽ എന്ന് പറയും. അതായത് അല അത്തൂൽ എന്ന വാക്കാണ്. ആലത്തൂൽ എന്നാണ് ആ വാക്ക്. നമ്മൾ ആലത്തൂർ എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ, അല്ലേ? അതായത് എപ്പോഴും, ഓൾവേസ് എന്ന അർത്ഥത്തിൽ ആലത്തൂർ എന്നാണ് പല ആളുകൾ ഉപയോഗിക്കുന്നത്. ശരിക്ക് അലത്തൂൽ എന്നാണ്. അല അത്തൂൽ 2 വാക്കുകളാണ്. അല എന്നത് വാക്ക്, തൂൽ എന്ന 2 വാക്ക്. അപ്പോൾ അലത്തൂൽ എന്നാണ്. അലത്തൂൽ എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ സീത എന്നും പറയാറുണ്ട്. നമുക്ക് സീത എന്ന വാക്കെടുക്കാം. അപ്പോൾ നേരെ പോവുക എന്നുള്ളതിന് റുഹ് സീത എന്നാണ് പറയുക. റുഹ് സീത, നേരെ പോവുക. ഓക്കെ. ഇനി നമുക്ക് തിരിയുക എന്ന് പറയുന്നത് വലത്തോട് തിരിയുക, ഇടത്തോട്ട് തിരിയുക. അപ്പോൾ വലത് ഇടത് എന്നുള്ളതിന് നമുക്കറിയാം. വലത് എന്നുള്ളതിന് യമീൻ എന്നാണ് പറയുക, ഇടത് എന്നുള്ളതിന് യസാർ എന്നാണ് പറയുക. ഇനി തിരിയുക എന്നുള്ളതിന് 2 വാക്കുകൾ നമുക്ക് പഠിക്കാം. ഒന്ന് ലിഫ് എന്നാണ്. ലിഫ്, തിരിയുക, ലിഫ്. ഒന്നാമത്തെ വാക്ക് ലിഫ്. രണ്ടാമത്തെ വാക്ക് ഖുഷ് എന്നാണ്. ഖുഷ്, ലിഫ്, ഖുഷ്. ഓക്കെ, നമുക്കിപ്പോൾ ലിഫ് എന്ന വാക്ക് എടുക്കാം. ലിഫ്. അപ്പോൾ ലിഫ് എന്ന് പറഞ്ഞാൽ തിരിയുക. ഇനി സിഗ്നൽ എന്ന വാക്കാണ്. സിഗ്നൽ എന്നുള്ളതിന് നമുക്കറിയാം ഇഷാറ എന്നാണ് സിഗ്നൽ എന്നതിന് പറയാം. ഇനി അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരണം എന്നൊക്കെ പറയില്ലേ, തിരിഞ്ഞു വരിക. ഓക്കെ, തിരിഞ്ഞു വരിക. അതിന് ദൗവീർ എന്നാണ് പറയുക. ദൗവീർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിയുക, കറങ്ങുക എന്നുള്ളതിനാണ് പറയാം. പക്ഷേ ഇവിടെ ദൗവീർ എന്നതല്ല, പിന്നെ നമ്മൾ ദേവർ എന്ന ഒരു രീതിയിലാണ് പറയാം. ഓക്കെ, ദേവർ. ഓക്കെ, നമ്മൾ ദേവൻ എന്ന് പറയില്ല, ആ ദേവൻ എന്നിലെ ഇൻ മാറ്റിയിട്ട് ഇർ ആക്കിയാൽ മതി. ഓക്കെ, ദേവർ. പിന്നെ പറയാന്ന് വെച്ചാൽ നിൻ്റെ വലത് സൈഡിൽ അല്ലെങ്കിൽ ഇടത് സൈഡിൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതിന് പറയുക ഇടത്, നമ്മൾ റൈറ്റ് ഹാൻഡ് എന്നൊരർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഹാൻഡ് എന്നുള്ളതിന് യദ് എന്ന വാക്കാണ്. ഇവരതിനെ യദ് എന്ന് പറയാം. കുറച്ചുകൂടി ആ ദാലിന് ശബ്ദ കൂട്ടും. യദ് എന്ന രൂപത്തിലാണ് അവർ പറയുക എന്നാണ്. അല യദ്ദിക്കൽ യമീൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ റൈറ്റ് സൈഡ് എന്നാണ് ഉദ്ദേശിച്ചത്. അല യദ്ദിക്കൽ യസാർ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇടത് സൈഡ് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി അമാം എന്ന് പറഞ്ഞാൽ മുൻപിൽ, വറ എന്ന് പറഞ്ഞാൽ പിൻപിൽ. ഓക്കെ, അമാം എന്നുള്ളതിന് ഇവിടെ ഗിദ്ദാം എന്ന വാക്കാണ് കൊളോക്കിലായിട്ട് ഉപയോഗിക്കുന്നത്. ഗിദ്ദാം എന്ന് പറഞ്ഞാൽ മുൻപിൽ. അമാം എന്ന വാക്ക് ഉപയോഗിച്ചാലും തെറ്റൊന്നുമല്ല. ഓക്കെ. പിന്നെ ചിലപ്പോൾ ചെറിയ വഴി ഉണ്ടാവും. ചെറിയ വഴി, നമ്മൾ ഇടവഴി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് ത്വരീഖ് സഗീർ എന്ന് പറയാം. ചെറിയ വഴി എന്നർത്ഥം. ത്വരീഖ് സഗീർ എന്ന് പറയും. ത്വരീഖ് സഗീർ എന്ന് പറഞ്ഞാൽ ചെറുത്, ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. അപ്പോൾ ഇനി ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസ്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു 4 ഉദാഹരണങ്ങളാണ്. അതായത് ഒന്ന് ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന വഴി, മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി, മറ്റൊന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴി, 4ാമത്തേത് ലാബിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഉദാഹരണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തേത് മാർക്കറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് നേരെ പോയിട്ട് ആദ്യത്തെ വലത്തോട് തിരിയണം. അവിടെ നിന്ന് നേരെ പോയിട്ട്, അപ്പോൾ സിഗ്നൽ ഉണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യുക, യൂട്ടേൺ എടുക്കുക, നേരെ വരിക. നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പിന്നെ മാർക്കറ്റ്. ഇങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നേരെ പോകാമെന്നുള്ളതാണ്. നേരെ പോകാമെന്നുള്ളതിന് എന്താണ്? റുഹ്
സീത അല്ലെ, റുഹ് സീത. അപ്പോൾ നമ്മൾ പറഞ്ഞത് റുഹ് സീത, എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യത്തെ റൈറ്റ് എടുക്കണം ആദ്യത്തെ റൈറ്റ് എടുക്കണം. അപ്പോൾ അതിനെന്താണ് ഔവൽ ലിഫ് യമീൻ എന്ന് പറയാം. ഓക്കെ, ഔവൽ ലിഫ് യമീൻ, ആദ്യത്തെ റൈറ്റ് തിരിയണം. ഓക്കെ, ഔവൽ ലിഫ് യമീൻ. അപ്പോൾ എന്താ റുഹ് സീത ഔവൽ ലിഫ് യമീൻ, നേരെ പോവുക, ആദ്യത്തെ റൈറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ തന്നെ പോകണം. വീണ്ടും എന്താണ്, വീണ്ടും സീത, ഔവൽ ലിഫ് യമീൻ സീത എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം റുഹ് സീത ഔവൽ ലിഫ് യമീൻ സീത. അപ്പോൾ അത് നേരെ. ഇനി എന്താണ്, സിഗ്നലിൽ നിന്ന് യൂ ടേൺ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിഗ്നലിൽ നിന്ന് യൂ ടേൺ എടുക്കുക എന്ന് പറയണം. മിനൽ ഇഷാറ ദൗർ എന്നാണ് പറയേണ്ടത്. ഇവരെന്താ പറയാ, ദേവർ എന്ന രൂപത്തിലാണ് പറയാം. ഓക്കെ, ദേവർ. അപ്പോൾ മിനൽ ഇഷാറ ദേവർ. അപ്പോൾ റുഹ് സീത ഔവൽ ലിഫ് യമീൻ സീത മിനൽ ഇഷാറ ദേവർ. അപ്പോൾ സിഗ്നലിൽ നിന്ന് യൂ ടേൺ എടുത്തു, വീണ്ടും റുഹ് സീത യൂ ടേൺ എടുത്തിട്ട് റുഹ് സീത അല യദ്ദിക്കൽ യമീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ, അല യദ്ദിക്കൽ യമീൻ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സൂഖുൽ ഖുല്ലാർ അല്ലെങ്കിൽ സൂഖ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റുഹ് സീത ഔവൽ ലിഫ് യമീൻ സീത മിനൽ ഇഷാറ ദേവർ റുഹ് സീത അല യദ്ദിക്കൽ യമീൻ സൂഖുൽ ഖുല്ലാർ അല്ലെങ്കിൽ സൂഖ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം എങ്ങനെയാണ് നേരെ പോകുന്നതിന്, റുഹ് സീത എന്നിട്ട് ആദ്യത്തെ റൈറ്റ് എടുക്കുക, ഔവൽ ലിഫ് യമീൻ, വീണ്ടും നേരെ സീത, സിഗ്നലിൽ നിന്ന് യൂ ടേൺ എടുക്കുക, മിനൽ ഇഷാറ ദേവർ അല്ലെങ്കിൽ ദൗർ എന്ന് പറയാം. ഓക്കെ, വീണ്ടും നേരെ പോകും റുഹ് സീത, എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റ് അല യദ്ദിക്കൽ യമീൻ സൂഖുൽ ഖുദ്ദാർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മാർക്കറ്റിലെ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ രീതി. അത് നിങ്ങൾ ശരിക്കും കേൾക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ആംഗിൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഡൗട്ട് വരിക, ആ ഡൗട്ട് തീർച്ചയായും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, ഹോസ്പിറ്റലിലേക്കുള്ളൊരു വഴിയാണ്. ഓക്കെ, ഹോസ്പിറ്റലിലേക്കുള്ള വഴി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വഴി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് പറയുക, നേരെ പോകണം. നേരെ പോകുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തും. ഓക്കെ, ഒരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക, അവിടെ ഹോസ്പിറ്റലാണ്. ഇടത്തോട്ട് തിരിയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നേരെ പോകണം എന്നുള്ളതിന് എന്താണ്, റുഹ് സീത അല്ലേ, റുഹ് സീത. അവിടെ നിന്ന് ഒരു ജംഗ്ഷൻ എത്തും. ഓക്കെ, ജംഗ്ഷൻ എന്നുള്ളതിന് തഗാത്വ എന്ന് പറയാം. തഗാത്വ. ഓക്കെ, ജംഗ്ഷൻ, 4 റോഡ് വന്ന് മുട്ടുന്ന സ്ഥലം. ഓക്കെ, തഗാത്വ. ഈ ജംഗ്ഷൻ എന്ന വാക്ക് എൻ്റെ അറബി സുഹൃത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം ജംഗ്ഷൻ എന്ന വാക്ക് അങ്ങനെ തന്നെ പറയുമ്പോൾ നമുക്ക് സംശയമായി. പിന്നെ ഞാൻ വരച്ച് കാണിച്ചു കൊടുത്തതാ, 4 റോഡ് വരച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാണ് ഈ സ്പോട്ട്, ഈ ഒരു സ്പോട്ടിന് എന്താ പറയുക, ഹാദ തഗാത്വ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജംഗ്ഷൻ എന്നുള്ള വാക്ക് കിട്ടിയത്. അൽഹംദുലില്ലാ. അപ്പോൾ നേരെ പോവുക, റുഹ് സീത, എന്നിട്ട് ജംഗ്ഷൻ എത്തും. അപ്പോൾ ജംഗ്ഷൻ ജംഗ്ഷൻ എത്തും അല്ലെങ്കിൽ ജംഗ്ഷൻ എത്തി എന്നുള്ളതിന് ജീക്ക് എന്നാ പറയാ, ജീക്ക്. ഓക്കെ, ജീക്ക് അത്തഗാത്വ, ഈ ജംഗ്ഷൻ എത്തി അല്ലെങ്കിൽ സിഗ്നൽ എത്തി എന്നൊക്കെ പറയാം. ജീക്ക് അൽ ഇഷാറ, റുഹ് സീത ജീക്ക് അത്തഗാത്വ. ഓക്കെ, അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യണം, ഇടത്തോട്ട് തിരിയണം. അപ്പോൾ ഇടത്തോട്ട് തിരിയുക എന്നുള്ളതിന് എന്താണ്, ലിഫ് യസാർ. ഓക്കെ, ഇനി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം എന്ന് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ മിൻ ഹിനാക്ക് എന്നാണ് പറയുക, മിൻ ഹിനാക്ക്. ഓക്കെ, മിൻ ഹിനാക്ക് ലിഫ് യസാർ അല്ലെങ്കിൽ ലിഫ് യസാർ മിൻ ഹിനാക്ക്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇടത്തോട്ട് തിരിയുക. ഓക്കെ, ഇടത്തോട്ട് തിരിയുമ്പോൾ എന്തായി, ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എന്താ പറയുന്നത്, ജീക്ക് അൽ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ റുഹ് സീത ജീക്ക് അത്തഗാത്വ മിൻ ഹിനാക്ക് ലിഫ് യസാർ ജീക്ക് അൽ മുസ്തഷ്ഫ. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇനി അടുത്തത് പള്ളിയിലേക്കുള്ള വഴിയാണ്. അതായത് ഞങ്ങൾ ജോലി സ്ഥലത്തിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലേക്കുള്ള വഴി എങ്ങനെ അറബിയിൽ പറഞ്ഞു കൊടുക്കാം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ അവനോട് ചോദിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അവിടെ നിന്ന് എന്ത് ചെയ്യണം, നേരെ പോകണം. ഓക്കെ, നേരെ പോവുക എന്നുള്ളതിന് എന്താണ്, റുഹ് സീത. അപ്പോൾ നേരെ പോകണം. ഇനി നേരെ പോയിട്ട് എന്താണ്, അവിടെ ഒരു ഗ്രീൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. ഗ്രീൻ ഷോപ്പിംഗ് എന്നാണ് പേര്, ഗ്രീൻ ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ അവിടെ എത്തും. ഓക്കെ, ഗ്രീൻ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തുന്നതാണ്. അപ്പോൾ അവിടെ എത്തുന്നുള്ളതിന് തസ്വിൽ അമാമ തസവൂഖ് അൽ അഖ്ദർ. ഗ്രീൻ ഷോപ്പിംഗ് എന്നുള്ളതിന് തസവൂഖ് അൽ അഖ്ദർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അമാം എന്ന് പറയാം അല്ലെങ്കിൽ ഗിദ്ദാം എന്ന് പറയാം. ഗിദ്ദാം
അതിൻ്റെ മുൻപിൽ എന്നർത്ഥത്തിൽ. അപ്പോൾ തസിൽ അമാം തസവൂഖ് അൽ അഖ്ദർ, അപ്പോൾ ഗ്രീൻ ഷോപ്പിങ്ങിൻ്റെ മുന്നിൽ നീ എത്തും. പിന്നെ അവിടെ എന്താണ്, അതിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്, ഒരു വഴി, ആ ഗ്രീൻ ഷോപ്പിങ്ങിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു വഴിയാണ്, ചെറിയ വഴിക്ക് എന്താണ് പറയുക, ത്വരീഖ് സഗീർ എന്ന് പറയാം, ത്വരീഖ് സഗീർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഹിനാക്ക് ത്വരീഖ് സഗീർ അലാ ജംബി, അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ ഒരു വഴിയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഹിനാക്ക് ത്വരീഖ് സഗീർ അലാ ജംബി, അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിൽ അലാ ജംബി എന്ന് പറഞ്ഞാൽ ഷോപ്പിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഹിനാക്ക് ത്വരീഖ് സഗീർ അലാ ജംബി. അപ്പോൾ റുഹ് സീദ തസ്വിൽ അമാം അല്ലെങ്കിൽ തസ്വിൽ ഗിദ്ദാം അത്തസവൂഖ് അൽ അഖ്ദർ, അപ്പോൾ ഗ്രീൻ ഷോപ്പിങ്ങിൻ്റെ മുമ്പിൽ അവിടെ എത്തും. എന്നിട്ടോ ഹിനാക്ക് ത്വരീഖ് സഗീർ അലാ ജംബി, അതിൻ്റെ സൈഡിൽ ഒരു വഴിയുണ്ട്. ഓക്കെ, ഇനി ആ വഴിയിലൂടെ പോകണം എന്ന് പറയണം. ഓക്കെ, അതിന് പറയുന്നതാണ് റുഹ് മഅഹ് എന്ന് പറയുക, റുഹ് മഅഹ്, ആ വഴി കൂടി പോവുക എന്ന് നമ്മൾ പറയില്ല, ആ വഴി കൂടി പിടിച്ചു, ആ വഴിയിൽ അങ്ങനെ തന്നെ ആ വഴി കൂടി തന്നെ പിടിച്ചോ എന്നൊക്കെ നമ്മൾ പല രീതിയിലാണ് നമ്മളതിന് പ്രയോഗിക്കുക. ഓക്കെ, അപ്പോൾ ആ വഴിയിലൂടെ പോകാന്നുള്ളതിന് റുഹ് മഅഹ് സീദ, ആ വഴിയിലൂടെ നേരെ വിട്ടോ എന്ന് പറയാം. ഓക്കെ, റുഹ് മഅഹ് സീദ എന്ന് പറയാം, റുഹ് മഅഹ് സീദ. ഓക്കെ, അലാ യദ്ദിക്കൽ യസാർ അൽ മസ്ജിദ്, അലാ യദ്ദിക്കൽ യസാർ, അവിടെ ഇടത് വശത്താണ് ആ പള്ളിയുള്ളത്. അപ്പോൾ അലാ യദ്ദിക്കൽ യസാർ, നിൻ്റെ ഇടതുവശം, യദ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും വാക്ക്. ഓക്കെ, അലാ യദ്ദിക്കൽ യസാർ അൽ മസ്ജിദ്, നിൻ്റെ ഇടതുവശത്ത് പള്ളിയാണ്. ഓക്കെ, റുഹ് സീദ തസ്വിൽ ഗിദ്ദാം അത്തസവൂഖ് അൽ അഖ്ദർ മിൻ ഹിനാക്ക് ത്വരീഖ് സഗീർ അലാ ജംബി, അതിൻ്റെ സൈഡിൽ വഴിയുണ്ട്. എന്നിട്ടോ പിന്നെ റുഹ് മഅഹ് സീദ, അതിലൂടെ നേരെ വിട്ടോ അലാ യദ്ദിക്കൽ യസാർ അൽ മസ്ജിദ്, അതിൻ്റെ ഇടതുവശത്ത് എന്താണ്, പള്ളിയാണ് എന്നാണ്. അപ്പോൾ പള്ളിയിലേക്കുള്ള വഴി ഈ രൂപത്തിലാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി ഒരു ഉദാഹരണം കൂടി ബാക്കിയുണ്ട്, അതും കൂടി നോക്കാം നമുക്ക്. അവസാനത്തെ ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു ലാബിലേക്കുള്ള വഴിയാണ്, ഒരു ലാബ്, ലബോറട്ടറി. ഓക്കെ, ആ ലാബിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉദാഹരണം, ഒന്ന് നേരെ പോകാൻ തന്നെയാണ്, നേരെ പോകുമ്പോൾ അവിടെ സിഗ്നൽ കിട്ടും. ഓക്കെ, സിഗ്നൽ കിട്ടും, അവിടെ നിന്ന് എന്താണ്, ഇടത്തോട്ട് തിരിയുക. ഓക്കെ, ഇടത്തോട്ട് തിരിഞ്ഞ് ആ സിഗ്നലിൽ നിന്ന് ഇടത്തോട്ട് പോവുക. ലുലു മാളിന് ശേഷം റൈറ്റ് സൈഡിൽ ലാബ് ഉണ്ടാവുന്നതാണ്, ലുലു മാളിന് ശേഷം റൈറ്റ് സൈഡിൽ ലാബ് ഉണ്ടാവും. ഓക്കെ, ലാബ് എന്നുള്ളതിന് മഖ്തബർ എന്നാണ് പറയാം, മഖ്തബർ എന്നുള്ളത്. ഓക്കെ, മഖ്തബർ ലബോറട്ടറി അല്ലെങ്കിൽ ലാബ്. ഓക്കെ, റൊഹ്സീദ നേരെ പോവുക, റൊഹ്സീദ നേരെ പോവുക. എന്നിട്ടോ ജീക്കൽ ഇഷാറ, അപ്പോൾ സിഗ്നൽ കിട്ടും. റുഹ് യസാർ, അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇടത്തോട്ട് പോവുക, റുഹ് യസാർ ഇടത്തോട്ട് പോവുക. ബഅദ ലുലു മോൾ. ഓക്കെ, ലുലു മോൾ, ആ മോൾ എന്നതിന് അറബിയിൽ മോൾ എന്ന് തന്നെയാണ് അവർ പറയുക, ലുലു മോൾ. അപ്പോൾ ബഅദ ലുലു മാൾ അൽ മഖ്തബർ യകൂൻ അലൽ യമീൻ. ഓക്കെ, ബഅദ ലുലു മാൾ അൽ മഖ്തബർ യകൂൻ അൽ യമീൻ. ഓക്കെ, അപ്പോൾ റുഹ് സീദ ജീക്കൽ ഇഷാറ റുഹ് യസാർ ബഅദ ലുലു മാൽ യകൂൻ അൽ മഖ്തബർ അൽ മഖ്തബർ യകൂൻ അലൽ യമീൻ. ഓക്കെ, അപ്പോൾ ലബോറട്ടറിയുടെ ലൊക്കേഷനുമായി. അപ്പോൾ 4 ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്, 4 ഉദാഹരണങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അറബിയോട് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ചോദിക്കുക. അപ്പോൾ അവരെങ്ങനെയാണത് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതൊരു ലിസണിങ് പ്രാക്ടീസായിട്ട് നിങ്ങളത് എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ അറബിനോട് അങ്ങോട്ട് ചോദിക്കും, ഇന്ന സ്ഥലത്ത് ലൊക്കേഷൻ പോകാൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഈ പോയിട്ടുണ്ടോ, കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള അറബിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ട് തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളങ്ങനെ പറയാം. എന്നിട്ട് അത് ശരിയാണോ എന്ന് ഈ പറഞ്ഞത്, ആ ലൊക്കേഷൻ ഇങ്ങനെ തിരിയാന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് പരിചയമുള്ള അറബിയോട് എന്ത് നമ്മൾ ചോദിക്കാം. ഓക്കെ, അങ്ങനെയും ഇതൊരു ലേണിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ പഠിക്കുക. സംശയങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഒരു ലിസണിങ് ആൻഡ് പ്രാക്ടീസ് സെഷൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മഅസ്സലാമ.